അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു, അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുന്നു. ഏത് ലോകത്താണെന്നല്ലോ ശിവൻകുട്ടിയും കടകംപള്ളിയും അതുപോലെ തന്നെ ജോയിക്കൊക്കെ പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇനിയിപ്പോൾ അവരുടെ വരുമാന സ്രോതസ് എവിടെ? ഞങ്ങൾ ഒഴിപ്പിച്ചു. അന്തസ്സായിട്ട് തന്നെ നമ്മൾ ബുൾഡോസർ വെച്ച് തന്നെ നമ്മുടെ മേയർ ഒഴിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തു. CPM സംഭവിച്ചത് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഗരസഭ കഴിഞ്ഞ 45 വർഷക്കാലം ഭരിച്ച പിന്നെ തിരുവനന്തപുരം നഗരസഭ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു MLA പോലും ഇല്ല തിരുവനന്തപുരം സിറ്റിക്കകത്ത്. MP ഇല്ല. കേവലം 29 കൗൺസിലർമാരാണ് ഉള്ളത്. ചെയർമാന്മാരും ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 2 കൈയും വിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ കാലം അത്രയും അധികാരഭ്രമം മൂത്ത് ഭരണം നടത്തിയത് ആ ഭരണം നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ഒരു വിഭ്രാന്തി, ഒരു വിഭ്രാന്തിയാണ്. അത് അവരുടെ നേതാക്കന്മാർക്ക് ശിവൻകുട്ടിയും കടകംപള്ളിയും അതുപോലെ തന്നെ ജോയിക്കൊക്കെ പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇനിയിപ്പോൾ അവരുടെ വരുമാന സ്രോതസ് എവിടെ? അവർക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കൈയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം ഇപ്പോൾ നടക്കുന്നുണ്ടോ? അവിടെ അണികളെ പിടിച്ചുള്ളൂ, അവരുടെ ഗുണ്ടകളെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു വേദിയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള പല പ്രദേശങ്ങളും. അറിയാമല്ലോ ഇവിടെ പാളയത്ത്. എന്താ പാളയത്ത് സംഭവിച്ചത്? പാളയത്ത് കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്നു, കയ്യേറ്റം നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒഴിപ്പിച്ചു. അന്തസ്സായിട്ട് തന്നെ നമ്മൾ ബുൾഡോസർ വെച്ച് തന്നെ നമ്മുടെ മേയർ ഒഴിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്തു. എന്ത് നമുക്ക് സാധിക്കില്ലേ? ഭരണത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി പെരുമാറാനുള്ള കപ്പാസിറ്റി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിക്കുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ദേശീയ ലെവലിൽ അവരുടെ സഖ്യം അറിയാമല്ലോ, ഇന്ത്യ സഖ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഈ കാണിക്കുന്ന ഈ കോപ്രായത്തനങ്ങൾ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കാണിക്കുന്ന കോപ്രായത്തനങ്ങൾ അത്രയും അത് തന്നെയാണ്. അല്ലെങ്കിൽ അല്പമെങ്കിലും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നാണ്, ശബരിനാഥൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ആണോന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളൊക്കെ പറയുന്ന കണ്ടില്ലേ, അകപ്പാടെ ഉള്ളത് 20 പേര്, 19 പേരെ വെച്ച് അവിശ്വാസം കൊണ്ടുവരും, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു, അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുന്നു. ഏത് ലോകത്താണെന്നല്ലോ ഒരു അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ തിരുവനന്തപുരം നഗരസഭ സംബന്ധം 101 സീറ്റുണ്ട്. 101 സീറ്റിൽ അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ 33.67% കൗൺസിലർമാരാണ്. അതായത് 34 കൗൺസിലർമാർ ഉണ്ടാകണം. അവർക്ക് മാത്രമേ നോട്ടീസ് കൊടുക്കാൻ അവകാശമുള്ളൂ. നോട്ടീസ് കൊടുക്കുന്നത് സെക്രട്ടറിക്കല്ല, അത് നിശ്ചയിക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്. അതിന് ഡേറ്റ് ഉണ്ട്. 15 മുതൽ 30 ദിവസം വരെ സമയമുണ്ട്. അവിശ്വാസ പ്രമേയം കൊടുക്കാനും നോട്ടീസ് നടത്താനും അതിന് ചർച്ച നടത്താനും ഒക്കെ സമയമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഈ 19 വരെയും വെച്ചിട്ട് അവിശ്വാസ പ്രമേയം കൊടുക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഇന്നലെ TV ചാനലിൽ കൊടുത്തിട്ടുണ്ട്.